വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്തിരി ടഫാണ് കേട്ടോ. എന്നാ നമുക്ക് ഏതൊരു ടഫ് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് എന്ത് ചെയ്യാം, ഈസി ആക്കാൻ പറ്റും അല്ലെ. അങ്ങനെ നമുക്കും ഈസി ആക്കി മാറ്റാം കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നോക്കല്ലേ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫൈൻഡ് ദി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 8. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചതാണ്. നമ്മൾ 8 ഏതൊരു നമ്പറിന്റെ അല്ലെങ്കിൽ 8 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഏതൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. ഡിവിസിബിൾ ആവുന്ന കണ്ടീഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായാൽ മതി, ഡിവിസിബിൾ ബൈ 8 ആയാൽ മതി അല്ലെ. ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 8 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8, അല്ലെങ്കിൽ ഗിവൺ നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതാണോ? ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു നമ്പർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ. എന്നിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ എന്താവും വേണം, ഡിവിസിബിൾ ബൈ 8 ആവണം. വെറുതെ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, ആ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ എന്താവും കൂടി വേണം, ദ സ്മോളസ്റ്റ് നമ്പർ ആവണം. വെറും സ്മോളസ്റ്റ് നമ്പർ ആയാൽ മതിയോ? അല്ല, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് ആയിരിക്കണം. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് ആയിരിക്കണം. ഒന്നുകൂടി പറയാം, നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ നമ്പർ 4 ഡിജിറ്റ് ആയിരിക്കണം. അപ്പൊ 4 ഡിജിറ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഡിജിറ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡാഷ് സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ 4 ഡിജിറ്റുകൾ വേണം. എന്നിട്ട് ആ 4 ഡിജിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 4 ഡിജിറ്റ് എന്താവും വേണം, സ്മോളസ്റ്റ് ആയിരിക്കണം. അത് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ഡിവിസിബിൾ ബൈ 8. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് സ്മോളസ്റ്റ് ആയിരിക്കണം, 4 ഡിജിറ്റ് ആയിരിക്കണം, ഒപ്പം ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ഈ 3 കാര്യം ഒരേപോലെ സെറ്റ് ആവണം. 4 ഡിജിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യാനല്ല പറഞ്ഞേക്കണേ. 3 ഡിജിറ്റ് ഉണ്ടായിക്കൂടെ? പക്ഷെ ഇവിടെ എന്ത് തന്നെ വേണം, 4 ഡിജിറ്റ് തന്നെ വേണം. ക്ലാസ് ഇത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർക്ക് പോവാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? ശരിക്കും സ്മോളസ്റ്റ് നമ്പർ ഏതാ 4 ഡിജിറ്റില്? അതൊരു ഡൗട്ടും ഇല്ല. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 1000 തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതി നോക്കിയാൽ മതി. 1000 തന്നെയാണ് എന്ത് 4 ഡിജിറ്റ്, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇനി ഈ പറഞ്ഞ നമ്പർ നമ്മുടെ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഏത് കണ്ടീഷനാണത്? 8ന്റെ ഡിവിസിബിൾ ആണോ എന്ന്. 8ന്റെ ഡിവിസിബിൾ അല്ലെങ്കിൽ അങ്ങനെ ആക്കാം, 8ന്റെ ഡിവിസിബിൾ ആക്കാം. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഡിവിസിബിൾ ആവും കേട്ടോ. 8ന്റെ ഡിവിസിബിൾ ആവും. ഇവിടെ നമുക്ക് അത് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഓൾറെഡി 8ന്റെ ഡിവിസിബിൾ ആവുന്നുണ്ടോ? ആവൂലോ. കാരണം എന്താ, ലാസ്റ്റ് 3 ഡിജിറ്റുകൾ എന്താണ്, 0 ആണ്. 0 എന്തായാലും 8ന്റെ എന്താണ്, ഡിവിസിബിൾ ആണ്. 0നെ നമുക്ക് ഏത് നമ്പർ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ എന്തേ വരുള്ളൂ, 0. റിമൈൻഡർ എന്തേ വരുള്ളൂ, 0. ദാറ്റ് മീൻസ് 0 ഈസ് ഡിവിസിബിൾ ബൈ 8. 0 അല്ലെങ്കിൽ 0. ദാറ്റ് മീൻസ് 0 അല്ലേ. 0 ഈസ് ഡിവിസിബിൾ ബൈ 8. ഉറപ്പാണല്ലോ? ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടീഷൻ പ്രകാരം 4 ഡിജിറ്റ് ഉണ്ടായി, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് ആയി, അത് എന്തോ ആയി, 8ന്റെ ഡിവിസിബിൾ ആയി. അങ്ങനെ വരുന്നത് ഏതേ ഉള്ളൂ, 1000. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ? അടുത്ത ക്വസ്റ്റ്യനും ഫൈൻഡ് ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 5. അപ്പൊ ഞാൻ തൽക്കാലം ഡിവിസിബിൾ ബൈ 5നെ അങ്ങ് ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ നമുക്ക് അറിയാം 1000 ആണ്. അപ്പൊ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ, 999. ഡൗട്ട് ഉണ്ടോ? 9999 ആണ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. പക്ഷെ എന്താണ് ഈ നമ്പർ എന്തല്ല ഡിവിസിബിൾ ബൈ 5 ആണോ? അല്ല. റീസൺ എന്താ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. റീസൺ പറഞ്ഞേ വേഗം, ഫാസ്റ്റ് ഒന്ന് ഓർത്തെടുത്തേ. ഓർക്കെടുക്ക്.
കിട്ടി, നിങ്ങൾക്ക് മനസ്സിലായി. ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം? 5 അല്ലെങ്കിൽ 0. 5 അല്ലെങ്കിൽ 0. പക്ഷെ 5ഉം വന്നില്ല, 0യും വന്നില്ല. ഇല്ലല്ലോ, 5ഉം അല്ല 0യും അല്ല. നമുക്ക് 5ഉം 0യും വരുത്താലോ. നമുക്ക് ഇത് ലാർജ് നമ്പർ ആവും വേണേ. അപ്പൊ 0 ചേർക്കുകയാണോ 5 ചേർക്കുകയാണോ? ഏത് ചേർക്കുമ്പോഴാണ് ലാർജസ്റ്റ് നമ്പർ ആവുക? 0 അല്ലല്ലോ, 0 is സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ എന്താ ചേർക്കണ്ടേ? 5 അല്ലെ? അപ്പൊ 9 അല്ല അവിടെ വരിക, ശരിക്കും എന്ത് വരണമായിരുന്നു? 5. ഇനി ഒന്ന് നോക്കിയേ, ഡിവിസിബിൾ ബൈ 5 ആവുന്നുണ്ടോ? ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എഴുതി, അങ്ങനെ എഴുതിയപ്പോ അത് ഡിവിസിബിൾ ബൈ 5 ആയില്ല. അപ്പൊ നമ്മൾ 5 ആവാതിരിക്കാൻ കാരണം എന്താന്ന് നോക്കി, എന്നിട്ട് ഡിവിസിബിൾ ബൈ 5 ആക്കി. അപ്പൊ 9 മാറ്റിയിട്ട് 5 ആക്കിയാൽ എന്തായി? ഡിവിസിബിൾ ബൈ 5 ആയി. 0 ആഡ് ചെയ്താലും ഓക്കെ ആവും. പക്ഷെ 5 ആണോ 0 ആണോ ലാർജസ്റ്റ് നമ്പർ വേണ്ടേ നമുക്ക്? അങ്ങനെ നോക്കുമ്പോ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലെ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ. ഇതാണോ ഇപ്പൊ ടഫ്? ഇത് ടഫാണോ? അല്ല അല്ലെ, ഈസി അല്ലേ? ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അതിൽ പറയണേ? വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ ദാറ്റ് ലാർജ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4? അപ്പോ ലാർജ് നമ്പർ ഏതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ? 9 9 9 5. ഇത് എന്താണ്? ഒരു നമ്പറാണ്, ലാർജസ്റ്റ് നമ്പറാണ്. ഇങ്ങനെ ഈ ലാർജസ്റ്റ് നമ്പറിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്ത് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ മൊത്തം ഡിവൈഡ് ചെയ്യാനൊന്നും നമ്മൾ പോവില്ല. ഇല്ലല്ലോ, ഇല്ല. നമ്മൾ നമ്പർ ഏതായിരുന്നു? 9 9 9 5. ഇത് ഡിവിസിബിൾ ബൈ 4 എന്നാ ചോദിച്ചേക്കണേ അല്ലെ? അപ്പൊ ഞാൻ എന്ത് മാത്രം നോക്കിയാൽ മതി? ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ അല്ലെങ്കിൽ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ 4ന്റെ ഡിവിസിബിൾ ആണോ നോക്കും അല്ലെ? അങ്ങനെ 4ന്റെ ഡിവിസിബിൾ ആയിട്ട് തോന്നിയോ? ഇത് തോന്നുന്നുണ്ടോ? നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 വെച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് 80 വരുത്താം അല്ലെ? 95ന് 80 വരുത്താം. 10 into 4 40 ആണ്. 20 into 4 80 അല്ലേ? അപ്പൊ 20 ആണ് നമുക്ക് ഇവിടെ ആദ്യം എഴുതാൻ പറ്റുക അല്ലെ? 20 എഴുതാം. അപ്പൊ 80 കിട്ടും. ദെൻ ഇനി മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ചെയ്യുമ്പോൾ 5 15 അല്ലെ? 15 വരും. 15 എന്തായാലും കിട്ടില്ലല്ലോ. 15ന്റെ 4ന്റെ ടേബിളിൽ ഇല്ല. 12 ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. 12 ഉണ്ട്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 3 ആ വരിക. ഇവിടെ ആൻസർ എന്താ വരിക? 12 പ്ലസ് കിട്ടിയത് 3 അല്ലേ? 3 ടൈംസ് അല്ലേ? ആൻസർ 23 ആണെങ്കിലും നമുക്ക് വേണ്ടത് എന്തായിരുന്നു? റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ 3. ഓക്കെ ആയോ? സെറ്റ് അല്ലേ? ഡിവൈഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ എല്ലാ നമ്പേഴ്സിനും ഡിവൈഡ് ചെയ്തിട്ട് ടൈം കളയുന്നില്ല. കുറച്ചൊക്കെ ടൈമൊക്കെ എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യാനുള്ള ഐഡിയാസ് നോക്കുക. ഇവിടെ ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം. When a number is divided by 8, the remainder is 5. നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആക്കും കേട്ടോ. നമ്മളതിനെ ഇത്തിരി കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഈസി ആക്കിയിട്ട് എന്ത് ചെയ്യാം? എടുക്കാൻ പറ്റുന്ന, അങ്ങ് സെറ്റ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. When a number is divided by 8, ഏതോ ഒരു നമ്പർ 8 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഏതോ ഒരു നമ്പറിനെ ഞാൻ എന്ത് ചെയ്തു? 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്. അവിടെ ഇരിക്കട്ടെ. 8നെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. 16നെ പറ്റില്ലേ? പറ്റും. 24നെ പറ്റില്ലേ? പറ്റും. 800നെ പറ്റില്ലേ? പറ്റും. 18നെ പറ്റില്ലേ? പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേ. പക്ഷെ അതിന്റെ റിമൈൻഡർ വരുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ റിമൈൻഡർ 0 അല്ല. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ റിമൈൻഡർ എന്തായിരുന്നു? 0 ആണ്. 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരിക റിമൈൻഡർ. നമുക്ക് അറിയുന്ന കാര്യമാണ്. 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. സോ ദ റിമൈൻഡർ 0 അല്ല.
നമുക്ക് ഇവിടെ റിമൈൻഡർ 5 വരണം. അപ്പൊ 80 അല്ല 85 ആയിരിക്കും ചിലപ്പോൾ അല്ല, അങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കി. റൈറ്റ് ടു സച്ച് എ 3-digit നമ്പർ. ഞാനിവിടെ എടുത്തത് 80 എന്ന് പറയുമ്പോൾ അത് 2 digit ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 3 digit ആണ്. അപ്പൊ 80 അല്ല 800 അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് റിമൈൻഡർ 5 വരണം എന്നല്ലേ പറഞ്ഞത്. ഇത് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ് അല്ലെ. 800 8 ഡിവിസിബിൾ ബൈ 8 ആണ്. 80 ഡിവിസിബിൾ ബൈ 8 ആണ്. 800 ഒപ്പം എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 8 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവൈഡ് ചെയ്ത് നോക്കാനൊന്നും അത്ര ആവശ്യമില്ല, റിസ്ക് എടുക്കണ്ട. ചെയ്ത് നോക്കാതെ നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 3 digit നമ്പർ ആയതുകൊണ്ട് തന്നെ 3 digit ആയി ഡിവിസിബിൾ ബൈ 8 ആണ് ആയിട്ടുള്ള ഒരു നമ്പർ ചൂസ് ചെയ്തു. പക്ഷെ നമുക്ക് റിമൈൻഡർ എന്ത് വരണം? 5 വരുന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ 5 കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്പറിന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? സിമ്പിൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഡിവിസിബിൾ ബൈ 8 ആവുന്ന കുറച്ച് നമ്പേഴ്സ് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ഡിവിസിബിൾ ബൈ 8 ആവണമെന്നുണ്ടെങ്കിൽ +8 ചെയ്താൽ മതി. ഇനി റിമൈൻഡർ 5 വരണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ കൂടെ ഒരു 5 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർ ആൻസർ 813 സെറ്റായി എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ഹൗ യു ഫോം ദം. എങ്ങനെ ഫോം ചെയ്തത്? ആദ്യം ഞാൻ മൾട്ടിപ്പിൾ ഓഫ് 8 കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 കൺസിഡർ ചെയ്തു, പ്ലസ് റിമൈൻഡർ അല്ലെ. ഞാൻ അതല്ലേ ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്തേ അത് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂട്ടാ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 8 എടുത്തു, പ്ലസ് റിമൈൻഡർ കൂടി ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ആൻസർ കിട്ടിയത്. ഇങ്ങനെ തന്നെ അല്ലേ ഞാനും ചെയ്തത്. ഇതങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ചെയ്യാൻ നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഇനി ആർ യുവർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. ഈ പറയുന്ന എല്ലാ നമ്പേഴ്സും ഡിവിസിബിൾ ബൈ 2 ആണോ? അല്ലല്ലോ. എനിക്ക് ആദ്യത്തേല് ലാസ്റ്റ് ഡിജിറ്റ് 5 വന്നേ, പിന്നെ വന്നത് ഏതാ? 3 വന്നേ. 5ഉം 3 ഒക്കെ എപ്പോഴാ ഡിവിസിബിൾ ബൈ 2 ആയത്? ആണോ? ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ നമ്മൾ നോക്കാറ്. ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ എന്തല്ല? 2 അല്ല. അപ്പോ ലാസ്റ്റ് ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 2 ആവണില്ല. അപ്പൊ എന്ത് എഴുതണം? നോ. 805 813 not divisible by 2. കാരണം റീസൺ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഈവൻ നമ്പർ അല്ല അല്ലെ. ഓഡ് നമ്പർ എഴുതിയാലും മതി കേട്ടോ. ഈസ് ഓഡ് നമ്പർ എഴുതിയാലും മതി. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇതുവരെ പോരെ? ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഇത്തിരി എളുപ്പമാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.